മെർജ് ചെയ്യുന്ന സ്ഥലത്ത് കണ്ട നിങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ. ആ സ്ഥലത്തു നിന്നാണ് ആളുകൾ മൊത്തം കയറി. ഭയങ്കര അപകടമുള്ള സാധ്യത ഉണ്ട് കേട്ടത്. നോക്കണേ, ഇങ്ങോട്ട് വരാനേ പാടില്ല. എന്നിട്ട് ആളുകൾ കണ്ടില്ല, പൂക്കിപ്പറമ്പാണത് അവസ്ഥ. അതൊക്കെ ഇളക്കി പോയിട്ടുണ്ട് നമ്മൾ ആളുകൾ. കണ്ടില്ല, നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ കണ്ടില്ല. വണ്ടി കയറി പോകുന്നുണ്ടാവും. ആ കയറുന്ന കയറ്റില്ലെങ്ങാനും സ്പീഡിൽ ട്രാക്കിലൂടെ വണ്ടി വന്നാൽ സെക്കൻഡ് ട്രാക്കിലേക്കാണ് ആ വണ്ടി പോകുന്നത്. അപകടങ്ങൾ കൂടാനായ സാധ്യതയുണ്ട്. നമ്മളാളുകൾ പഠിക്കൂല. കണ്ടില്ലേ, നമ്മൾക്ക് ഇവിടെ നിന്നല്ല മെർജ് ചെയ്ത് കയറാനുള്ളത്. നമുക്ക് കയറാനുള്ളത് കാച്ചടിക്കെന്നാണ്. അവിടുന്ന് എൻട്രി അവിടുന്ന് വണ്ടി വരുന്നുണ്ട്. കണ്ടോളൂ, ആ വണ്ടികളൊക്കെ കയറുന്നുണ്ട്. അവർ എല്ലാ വണ്ടി അവിടുന്ന് കയറി പോകുന്നുണ്ട്. കണ്ടില്ലേ, ഭയങ്കര അപകടം വിളിച്ചു വരുന്ന സ്ഥലമാണ്. അതുപോലെ അപ്പുറത്ത് കണ്ടില്ല, അവിടെ അതാണ് അവസ്ഥ. അവിടെയൊക്കെ അതാണ് അവസ്ഥ. അപ്പോൾ നമ്മുടെ നാട്ടിലാളുകൾ ഇതാകുമ്പോൾ സെക്കൻഡ് ട്രാക്കിലേക്കാണ് ഈ വണ്ടി പോകുന്നത്. അവിടെ നിന്നാലും സ്പീഡിൽ വന്ന് വണ്ടി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇത് റോഡിൽ നിന്ന് ഡയറക്റ്റ് വരുന്നവർക്കുള്ള ലാസ്റ്റ് ട്രാക്കിലൂടെ ഈ സർവീസ് റോഡിലൂടെ കയറാനുള്ളതാണ്. എന്നിട്ട് അവർ കുത്തി കയറ്റുന്നതാണ്. എങ്ങനെ പഠിക്കാനാണ്? അവിടുന്ന് എന്താണ് റോഡിലേക്ക് കയറി പോകണം. അപ്പുറത്ത് പൂക്കിപ്പറമ്പ് ഇത് നേരെ കയറി പോകും. അപകടങ്ങൾ നമ്മൾ തന്നെ വിളിച്ചു വരുത്തുക. എന്താ ചെയ്യുക? ഈ കുട്ടികളൊക്കെ ഇളകി തുടങ്ങി. വെച്ചിട്ട് ഒരാഴ്ച ആയിട്ടില്ല. എങ്ങനെ നന്നാവാൻ നമ്മളെ സമൂഹമൊക്കെ? കണ്ടോളൂ, ഇതാണ് അവസ്ഥ നമ്മുടെ നാടിൻ്റെ.